സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷകാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തർക്കും ഉറപ്പാക്കിയത്. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ ലഭിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിനായി വാതിൽ തുറന്നിട്ട് കേരള കോൺഗ്രസ് എം. മന്ത്രി വി.എൻ. വാസവനു പുറമെ സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി ജോസ് കെ മാണിയും രംഗത്തു വന്നു. സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകൻ ആണ് എന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തു വന്നത് എന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ഈ ജില്ലയുടെ UDFന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ്. അപ്പോൾ അത് UDFന്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ UDFന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ്, ജോസഫ് വിഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ്. അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക്, കാരണം ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയിരുന്നതിൽ ഒരാൾ ശ്രീ മഞ്ഞക്കടമ്പനായിരുന്നു. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി വളർന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും ആരും അനാഥരാവില്ല എന്ന കാര്യം നമുക്കറിയാം. പൊതുവിൽ കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതികരിച്ച സജി ജോസ് കെ മാണിയുടെയും വി.എൻ. വാസവന്റെയും നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചു. അതേസമയം സജിയെ തിരികെ എത്തിക്കാൻ അനുനയ നീക്കങ്ങൾ UDF സജീവമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി പറഞ്ഞത് സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണ്, പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ് സജിയെ വിശേഷിപ്പിച്ചത്. എന്താണ് സജിക്ക് തോന്നുന്നത്? അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം മുന്നണിയോട് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും വിധേയത്വവും കാണിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഇന്നലെ രാജിവെക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു, സാഹചര്യം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയതായി ഏതായാലും അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. വി.എൻ. വാസവൻ പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതിലും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിലല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. UDF നേതൃത്വവും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുമായി ഞാൻ കാണുന്നതിന് കാണുമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാൻ ഏതായാലും ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അവരുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കും. UDFലേക്ക് ഇനി ഇല്ല എന്ന് തന്നെയാണോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു UDFലേക്ക് ഒരു പ്രതിബന്ധം ഞാൻ പറഞ്ഞു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവിന് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഈ എളിയ ജില്ലാ പ്രസിഡന്റിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കണം, ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസന സമിതിയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് കത്ത് കിട്ടി. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളെന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. എൻ്റെ പേര് ഉത്തരവിറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി. ആ ഉത്തരവ് ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് പോലും
എന്നെ വെട്ടിമാറ്റിയ നേതാവ് അവിടെ എപ്പോഴും അജീയനായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്ത് വിശ്വസിച്ച് തിരിച്ചവിടെ പോകുമെന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ചോദ്യചിഹ്നം. ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും അല്ലേ, അല്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് താൽക്കാലികമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞാൻ 15-ാം വയസ്സ് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം, ഇതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചു. ദുഃഖങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിനി വീണ്ടും ഇപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാളെ ഇനി എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. എന്നാൽ അതൊക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള തീരുമാനം ഞാൻ എടുക്കും. BJP പോലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയോട് സഹകരിക്കുമോ? അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ എല്ലാ മുന്നണിയിലെ ആളുകളും ഞാനുമായിട്ട് ഫോണിൽ നേരിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എൻ്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ ഇനി വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ എടുക്കൂ. അത് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുടെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. BJP വേണ്ട എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു BJP എന്നോ CPM എന്നോ UDF എന്നോ തിരിച്ചൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ജി ശ്രീജിത്തിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചനകൾ തന്നെ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള പ്രതികരണങ്ങൾ ഇന്നലെ മന്ത്രി VN വാസവന്റേതും ഇന്ന് ജോസ് കെ മാണിയുടേതുമാണ്. സജി മികച്ച പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ്. കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ കോട്ടയം ജില്ലയിൽ പ്രവർത്തനത്തിന് ആരും ഉണ്ടായിരുന്നില്ല, അവിടെ സജിയാണ് കൊണ്ടുപോയത്. മികച്ച സംഘാടകനാണ് എന്നൊക്കെ ഇപ്പുറത്ത് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ജോസ് കെ മാണി പറയുമ്പോൾ അത് സജിയെ പുകഴ്ത്തുന്നു എന്ന് മാത്രമല്ല, ഇതിനു മുൻപ് സജി ഒരുപാട് പരാതികൾ ജോസ് കെ മാണിക്കെതിരെ അടക്കം പറഞ്ഞാണ് ആ പാർട്ടിയിൽ നിന്ന് പോയത്. ആ പരാതികളെല്ലാം മറക്കുകയാണ് ജോസ് കെ മാണി എന്നുകൂടി വ്യക്തമാണ്. അതായത് പ്രത്യക്ഷത്തിൽ ആ ഒരു സ്വീകരണം നൽകിയില്ലെങ്കിലും ഇനി തീരുമാനമെടുക്കേണ്ടത് സജി മഞ്ഞക്കടമ്പിലാണ്, അതിനുശേഷമേ ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ സജി ഇപ്പുറത്തേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായും കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഒരു പാത ഒരുക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. VN വാസവനും അത് തന്നെയാണ്. ഇന്നലെ അദ്ദേഹം ഏറ്റവും ആദ്യം നൽകിയ പ്രതികരണത്തിലും അത് തന്നെയാണ് ഉള്ളത്. എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ പക്ഷേ ഇതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അതായത് നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബമായിട്ടൊക്കെ ആലോചിച്ചൊരു തീരുമാനം എന്നതാണ് സജി പറയുന്നത്. അതിന് പ്രധാന കാരണം ഇപ്പോൾ പെട്ടെന്ന് LDFിലേക്ക് എത്തിയാൽ, അതായത് ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് എത്തിയാൽ അത് ഇപ്പോൾ സജി മോൻസിനെതിരെ പറഞ്ഞ ആരോപണങ്ങളും UDFിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം LDF ആണ് എന്ന ഒരു വിലയിരുത്തൽ ജനങ്ങൾക്കുണ്ടായേക്കാം. അത് തെരഞ്ഞെടുപ്പിൽ തെറ്റായി ബാധിക്കുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFിൽ നിന്നും പുറത്തു നിൽക്കുന്ന സജി അവിടെ തന്നെ തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിന്നുകൊണ്ട് അവിടെ അത്തരം വിമർശനങ്ങൾ തുടരട്ടെ, അതാണ് ഗുണമാകുക എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെയും മറ്റൊരു വിലയിരുത്തലുള്ളത്. പലതരം ചർച്ചകളും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിന് മുൻപ് തന്നെ സജി വരട്ടെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP ഉൾപ്പെടെയുള്ളവർ തന്നെ ക്ഷണിക്കുന്നുണ്ട് എന്ന് സജി മഞ്ഞക്കടമ്പിൽ പറയുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന് തന്നെ വ്യക്തമാകുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോയി എബ്രഹാം തുടങ്ങിയ നേതാക്കളൊക്കെ സജിയെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവരോടൊന്നും കൂടുതൽ ഒരു തുടർ ചർച്ചയ്ക്ക് സജി തയ്യാറല്ല. താൻ കുടുംബവുമായി ആലോചിച്ച ശേഷം തുടർ തീരുമാനം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് സജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് വേദികളിലും എല്ലാം ഇത് ചൂടേറിയ ചർച്ചയാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.